പിന്നെ തങ്കഞ്ചേട്ടൻ എന്ന് പറഞ്ഞ് നമ്മൾ ഈ തങ്കഞ്ചേട്ടനെ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന സമയത്താണ് തങ്കഞ്ചേട്ടൻ്റെ എൻട്രി. അതിൻ്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ കുറിക്കുള്ള ഡയലോഗാണ്. നീ തങ്ങനെ കണ്ടിട്ടുണ്ടാ, എടാ തങ്കൻ ഞാനാടാ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുന്ന ഡയലോഗിൽ തന്നെ നമ്മൾ ചിരിച്ച് നമ്മുടെ ഇടപാട് തെറ്റുവാണ്. അത്യം ഇതൊക്കെ തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. നമ്മൾ OTT റിലീസ് ആയതുകൊണ്ട് OTT കണ്ടു. OTTയിൽ അന്നൊരു തരംഗം തന്നെ സൃഷ്ടിച്ച സിനിമയാണ് നമ്മുടെ ചുരുളി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരി ജോജു ജോർജ് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ജോജു പറഞ്ഞ കേട്ടു, ഇപ്പോഴാണെങ്കിൽ താൻ ചുരുളിയിൽ അഭിനയിക്കത്തില്ല, തൻ്റെ കരിയറിലെ ഏറ്റവും ഒരു മോശം വേഷമായിട്ടാണ് താൻ അതിനെക്കുറിച്ച് കാണുന്നത്. തൻ്റെ മോള് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അതിലെ ക്യാരക്ടർ പറഞ്ഞ ആളുകൾ കളിയാക്കുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ്റെ പരാതി. അതിനകത്ത് തങ്കച്ചേട്ടൻ്റെ അതാണ് ഈ പടത്തെ ഹൈലൈറ്റ് തന്നെ. അപ്പം ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ ആ സിനിമ അതൊരു ക്യാരക്ടറായിട്ട് കണക്കാക്കുക. ഇപ്പോൾ രാഷ്ട്രീയക്കാരനായിട്ട്, പോലീസുകാരനായിട്ട്, അല്ലെങ്കിൽ ഭിക്ഷക്കാരനായിട്ട് എന്തെല്ലാം റോളുകളാണ് അഭിനയിക്കുന്നു. അത് ജീവിതകാലം ആരും തലയിൽ കൊണ്ടു നടക്കുന്നില്ല. അത് അഭിനയിക്കുന്നത് ഒരു സിനിമയാണെന്നും അഭിനയിക്കുന്ന ആൾ ആക്ടറാണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതപ്പോൾ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരി മാസ്റ്റർ ക്രാഫ്റ്റ്മാനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയായ ചുരുളി, പിന്നെ ജല്ലിക്കെട്ട്, പിന്നെ നമ്മുടെ നൻപകൽ നേരത്ത് മയക്കം എന്നുള്ള സിനിമയൊക്കെ മമ്മൂട്ടിയുടെ, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലുള്ള സിനിമകളിലൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല. ജോജുവിന് ആ സിനിമ അഭിനയിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം അതൊരു മികച്ച കഥാപാത്രമാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോഴും ചുരുളി കണ്ടു കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് തങ്കച്ചേട്ടനാണ്. ഞങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ തങ്കച്ചേട്ടൻ്റെ പറമ്പിൽ റബ്ബർ വെക്കാൻ വന്ന ആളുകളാണെന്ന് ഞാൻ പടം തുടങ്ങുന്നത് തന്നെ. പിന്നെ തങ്കഞ്ചേട്ടൻ എന്ന് പറഞ്ഞ് നമ്മൾ ഈ തങ്കഞ്ചേട്ടനെ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന സമയത്താണ് തങ്കഞ്ചേട്ടൻ്റെ എൻട്രി. അതിൻ്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ കുറിക്കുള്ള ഡയലോഗാണ്. നീ തങ്ങനെ കണ്ടിട്ടുണ്ടാ, എടാ തങ്കൻ ഞാനാടാ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുന്ന ഡയലോഗിൽ തന്നെ നമ്മൾ ചിരിച്ച് നമ്മുടെ ഇടപാട് തെറ്റുവാണ്. അത്യം ഇതൊക്കെ തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. നമ്മൾ OTT റിലീസ് ആയതുകൊണ്ട് OTT കണ്ടു. OTTയിൽ അന്നൊരു തരംഗം തന്നെ സൃഷ്ടിച്ച സിനിമയാണ് നമ്മുടെ ചുരുളി. അതുകൊണ്ട് അങ്ങനെയുള്ള ചുരുളി അഭിനയിച്ചത് ഒരിക്കലും ഒരു തെറ്റായ തീരുമാനമാണെന്ന് ഞാൻ പറയില്ല. ജോജുവിൻ്റെ സിനിമാ ജീവിതത്തിലെ എക്കാലവും ഓർമ്മിച്ചിരിക്കാവുന്ന ഒരു ചിത്രമാണ്. ഒരു 10-25 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടം ആൾക്കാർ മറക്കത്തില്ല. കാര്യം തെറിയല്ല കേട്ടോ, അതിൻ്റെ അകത്തെ ആ ഒരു ഡയറക്ഷനും കാര്യങ്ങളും സ്റ്റോറിയും, പിന്നെ തെറിയും ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ആരും മറക്കാൻ ഇടയാവത്തില്ല. പിന്നെ ഈ ജോജുവിനുണ്ടാകുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജോജു ഒരു സിനിമ സംവിധാനം ചെയ്തു. പിന്നെ കുറച്ചുകൂടെ ജോജുവിൻ്റെ സ്റ്റാർ വാല്യൂ കൂടി. പിന്നെ ഇടയ്ക്കൊരു സ്റ്റേജ് ഷോയ്ക്കകത്ത് നമ്മുടെ കമലഹാസൻ പറഞ്ഞു ജോജു എന്ന് പറഞ്ഞ ഒരു അതിശയകരമായിട്ടുള്ള ഒരു നടനാണ്, അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള നടനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്കും ജോജു ഇച്ചിരി അങ്ങ് പോയി, പുള്ളി വേറൊരു ലെവലിലേക്ക് എത്തിയെന്ന് പുള്ളി തന്നെ തോന്നി, മനസ്സോട് തോന്നി. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് പുള്ളി പാസ്റ്റിലേക്ക് ചിന്തിക്കുന്നതും ഇതിങ്ങനെ ഒരു തെറ്റായ ഒരു തീരുമാനമായെന്നൊക്കെ തോന്നുന്നതും. അപ്പോൾ ഏത് ക്യാരക്ടർ കിട്ടിയാലും നമ്മൾ അഭിനയിക്കുക, നമുക്ക് കിട്ടിയൊരു ക്യാരക്ടർ അഭിനയിച്ചതായിട്ട് കണക്കാക്കിയാൽ മതി. അല്ല അതിൽ കൂടുതൽ ഈഗോ ആകുമോ, അല്ലെങ്കിൽ സാലറി കുറവാന്ന് പറയുമോ. സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ചെറിയ റോൾ മെയിൻ റോള് തന്നെയാണ്. കുറച്ച് നേരത്തേക്കുള്ള റോളേ ഉള്ളായിരുന്നു, ഒരൊറ്റ സീനേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ റേഞ്ചിൽ 5 ലക്ഷം രൂപ എന്നുള്ളത് കൊടുത്തത്. അതൊരു ജാഫ്രിഡിക്കൊക്കെ ചെയ്ത കുറേ നേരത്തെ ഉള്ള കഥാപാത്രമാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൈസ കൂടെ കിട്ടിയേനെ. പിന്നെ ഇന്നത്തെ സ്റ്റാർ വാല്യൂ ഇല്ലല്ലോ ജോജുവിന് അന്ന്. തങ്കച്ചേട്ടൻ വഴി ചുരുളി വഴിയൊക്കെയാണ് ജോജുവിന് കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ കൂടിയത്. പിന്നീടാണ് ജോജു നല്ല നല്ല സിനിമകൾ അഭിനയിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ആ പടത്തിൽ അഭിനയിച്ചതൊന്നും ഒരു മോശമായിട്ട് കാണേണ്ട ആവശ്യമില്ല. നല്ലൊരു സിനിമ തന്നെയാണ്. മാസ്റ്റർ ക്രാഫ്റ്റ്മാനാണ് അതിൻ്റെ ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരി. പിന്നെ നമ്മുടെ ആ പടം തന്നെയൊരു ആഘോഷം പോലാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ജാഫ്രിഡിക്ക് ആണെങ്കിലും ചെമ്പൻ വിനോദാണേലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വിനയ് ഫോർട്ട് ആണെങ്കിലും സജിൻ ഗോപു ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ തെറി അതൊരു പ്രത്യേകിച്ച് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പ്രാചീന കാലം തൊട്ടേ കേൾക്കുന്ന ഒരു ഭാഷ, കൈമാറി വന്ന ഭാഷ, അത് സിനിമയിലൂടെ നമ്മൾ കേട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഈ തെറിയൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ ഈ തെറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തുവാ, ഏത് ഭാഷയാണ്, പ്രാചീന ഭാഷയാണെന്ന് തന്നെ ആവും. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.